എന്നെ ഇട്ടിട്ട് അമ്മയും മക്കളും കൂടി പോവാണ്. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ. ആർക്കാ വെച്ചാല് ബസ് വന്നോണ്ടിരിക്കും കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ആദ്യമായിട്ട് സ്ലീപ്പർ ബസ് കയറാൻ പോകുന്നത്. ഒരു നീണ്ട യാത്ര ചെയ്ത് പറഞ്ഞ ഇത്രയും സാധനം ഉള്ളൂ കേട്ടോ. ഹലോ ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്ലോഗാണ് കേട്ടോ. നമ്മള് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പോവാണെന്ന്. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ രാത്രിയോടെ നമ്മൾ ചെയ്തു തീർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോ രാത്രി വേണ്ട ഒരു മണിയായില്ലേ? ഒരു മണിയായി, സമയം 1 മണിയായി കേട്ടോ. അപ്പോ രാത്രി 1 മണിയായ സമയം കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുക. കുഞ്ഞിപ്പെണ്ണ് കടത്തി ഉറക്കിയിട്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിപ്പെണ്ണ് എണീക്കുന്നുണ്ടോ നോക്കിയിട്ടായിട്ട് വിളിക്കുന്നത്. എനിക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ട്, കറക്റ്റ് കാണാം കുഞ്ഞിപ്പെണ്ണ് എണീച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ഇച്ച ഇവിടെ ഇരുന്നിട്ട് ഇച്ചന്റെ വർക്ക് ചെയ്യാണ്. ഞാൻ എവിടെ ഇരുന്നിട്ട് എനിക്ക് തയ്ച്ചു കൊടുക്കാനുള്ള ഉടുപ്പുകളുണ്ട്. മമ്പീസിലെ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തിട്ട് വേണം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കാര്യം പറഞ്ഞാല് അതായത് ഇന്ന് തന്നെ, ഇന്നിപ്പോ വെളുപ്പായല്ലോ, 1 മണിയായില്ലോ. ഇന്ന് രാത്രിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോ അല്ലേ നമ്മള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ. ആർക്കാ വെച്ചാല് പറയാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾക്ക് സർപ്രൈസ് ആട്ടോ. സർപ്രൈസ് നടക്കാൻ പോവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെ ഇടയ്ക്കിടയ്ക്ക് എണീച്ച് നോക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് എവിടെ. കുഞ്ഞിപ്പെണ്ണ് 2 വട്ടം എണീച്ചു. കുഞ്ഞിപ്പെണ്ണ് പതിവാട്ടോ. ഇപ്പം രാത്രി മിക്ക ദിവസം ഇപ്പൊ ഇങ്ങനെ തന്നെയാട്ടോ. പൊന്നു ഭയങ്കര അളവെടുക്കലാണ്. ഇതിന് തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് അളവൊക്കെ എടുത്ത് തയ്ക്കുന്നുണ്ട് കേട്ടോ. തയ്ച്ച് ഇപ്പൊ 2ാമത്തെ തുടങ്ങിയേ ഉള്ളൂ കേട്ടോ. സ്റ്റാർട്ടിങ് ഇനി ഇതും കൂടി ഉള്ളൂ കേട്ടോ. ഇതോടെ തയ്ച്ചിട്ട് വേണം കടന്നുറങ്ങാൻ. അത്ര നേരം ഞാൻ എന്തും ചെയ്തോണ്ടിരിക്കും കേട്ടോ. എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിരിക്കും. ഒച്ച എന്താ അധികം എടുക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയും പപ്പയും ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം മമ്മിയും പപ്പയും കടന്നുറങ്ങുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണും കടന്നുറങ്ങുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റും. ഇപ്പൊ ഈ നഗരത്തിൽ നമ്മൾ മാത്രം നീ ഇവനാണെങ്കിൽ ഈ ഉന്തവണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തായും ചോദിച്ചോണ്ട് വരും കേട്ടോ. എൻ്റെ അടുത്ത് കണ്ടോ തിരങ്ങ് നോക്കിയിട്ട് ഇരുന്നിട്ട്. അപ്പൊ കൂട്ടുകാരെ കണ്ട സമയം ഇവിടെ സമയം കണ്ടോ 1:05 രാവിലെ വെളുപ്പാൻ കണ്ടോ. കുഞ്ഞു പിള്ളേരുടെ ഇങ്ങനത്തെ റോംബേഴ്സ് ഇല്ലേ, 1 മാസം പ്രായമുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്യുന്നു. അതായത് നമ്മുടെ പുതിയ ഡിസൈൻ ആട്ടോ. എല്ലാ മാസമുള്ള പിള്ളേർക്ക് 1 മന്ത്, 1 മാസം പ്രായമുള്ള പിള്ളേർക്ക് 1 മന്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇടും അല്ലേ. അതുപോലത്തെ 1 മന്ത്, 2 മന്ത്, 3 മന്ത്, അതുപോലെ 12 മാസം വരെയുള്ളവരുടെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാവുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് വാങ്ങിക്കുന്ന ആൾക്കാരുടെ കുട്ടികളുടെ പേരായിരിക്കും ഇവിടെ വരിക. 1 മന്ത്. ഇപ്പൊ കുട്ടീന്റെ പേരെന്താ? അപ്പൊ കുഞ്ഞിന്റെ പേര് നമുക്ക് എങ്ങനെ വെബ്സൈറ്റിൽ അടിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒന്നുമല്ലേ. ഞാൻ കേറി നോക്കിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ അതൊക്കെ പൊളിച്ചു കേട്ടോ. എനിക്ക് എന്നിട്ട് എന്താടാ ഒരു സ്കൈ ബേബിന്റെ 8 മന്തിന്റെ ചെയ്തു തരാത്തെ? ഇന്നാണ് ഈ സംഭവം ഐഡിയ കിട്ടിയത് അല്ലേ? അത് കഴിഞ്ഞു പോയിട്ട് ഐഡിയ കേട്ടോ. ഞാൻ 8ാമത്തെ മാസം കുഞ്ഞിപ്പെണ്ണ് എന്താ ചെയ്യാൻ ഇത് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ ഒരു സംഭവം വന്നേ അല്ലേ. അപ്പോഴാണ് പിന്നെ ഇന്നത്തെ ഒരു സംഭവം ആക്കാന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. 8 മാസം ആയപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ഈ കാര്യം ഓർത്തത്. അപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ഓർത്തപ്പോൾ അത് ബംബീസിലേക്ക് ഇടാന്ന് ഓർത്തു. അപ്പൊ അതിനെ അപ്പൊ എല്ലാ മാസവും ഇപ്പൊ 1 മാസം പ്രായമുള്ള കുട്ടികളുടെ, 2 മാസം പ്രായമുള്ള പിള്ളേരുടെ, 3 മാസം വരെ 12 മാസം വരെ പ്രായ പിള്ളേരുടെ ഇടുന്ന ഉടുപ്പുകളുണ്ടാവും കേട്ടോ. പിന്നെ ഈ ബംബീസിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മൈ ഫസ്റ്റ് ക്രിസ്മസിന്റെ ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? മോനെ സമ ഫുൾ ബിസി ആട്ടോ. അപ്പൊ ഇതില് ഞാനാണെങ്കിൽ തയ്ക്കട്ടെ കേട്ടോ. എനിക്കും ഉണ്ട് കുറച്ച് തയ്ക്കാന്. അപ്പൊ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം പൊന്നു തന്നെ തയ്ച്ചു കഴിഞ്ഞോ. അപ്പൊ ഇന്നത്തെ ഉടുപ്പം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സമയം എത്രയാന്ന് നോക്കിയോ? 3:38. വെളുപ്പിന് 3:38 ആട്ടോ. എല്ലാം കഴിഞ്ഞതിന് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഡെലിവറിക്കും കൂടെ അയച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാം. അപ്പൊ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞാൽ രാത്രി അല്ല വെളുപ്പിനായപ്പോ ഉറങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. ഇപ്പോഴും നാണ്ട് മെല്ലെ കണ്ണൊക്കെ തിരുമുന്നുണ്ട്. അപ്പൊ ഉറങ്ങട്ടെ കേട്ടോ. രാവിലെ എണീച്ചിട്ട് കാണാം. ഗുഡ് നൈറ്റ്. എണീച്ചു. അങ്ങനെ ഞങ്ങൾ 3 എണീച്ചിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ
കൂട്ടുകാരെ നമ്മൾ ഇന്നലെ രാത്രി ഓർഡേഴ്സ് വന്ന എല്ലാവരുടെയും കംപ്ലീറ്റ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ഇനി അത് പോയിട്ട് ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ പാക്കിങ്ങിലാട്ടോ. ഇന്ന് പോകും കേട്ടോ നമ്മള്. അയ്യോ നമ്മൾ പോകാതെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരിടത്ത് പോകട്ടെ, ദൂരെ യാത്രയാണ്. അപ്പൊ അതെല്ലാം പാക്ക് ചെയ്യണം എനിക്ക്. അപ്പൊ രാത്രി നമ്മളിരുന്ന് തയ്ച്ചു കൊടുപ്പായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നേ. പൊന്നു കണ്ട ലാസ്റ്റത്തെ പിന്നെ താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്നൊക്കെ എഴുതുന്നുണ്ട്. താങ്ക് യു ഫോർ താങ്ക് യു ഫോർ യുവർ ഓർഡർ. എന്നിട്ടാണോ തെറ്റിക്കല്ല എന്നെ ടെൻഷൻ ആവുന്നു. കൈ മറിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. കറക്റ്റ് സമയത്ത് എത്തട്ടെ ദൈവമേ. കറക്റ്റ് സമയത്ത് എത്തട്ടെ. അതങ്ങനെ ഒട്ടിച്ച് അതുകൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഓർഡർ കംപ്ലീറ്റ് ആവും കേട്ടോ. സാധനം റെഡി റെഡി. അപ്പൊ നമുക്ക് പോകണമായിരുന്നു നോക്കല്ലേ. ടാറ്റാ കുഞ്ഞെടുപ്പേ. ആ കുഞ്ഞായിക്ക് ഇത് കംഫർട്ട് ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഒരുക്കൊക്കെ കഴിഞ്ഞോ. നമുക്ക് അയക്കാനുള്ള സാധനങ്ങൾ കുറുകാനുള്ള സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളും അല്ലേ നമ്മളെല്ലാം റെഡി കടക്കൊക്കെ എടുത്ത് ഇറങ്ങും കേട്ടോ. കണ്ടോ സുഖേഷൊക്കെ കാണിച്ചു. ഒരു നീണ്ട യാത്ര ചെയ്ത് ഇത്രയും സാധനം ഉള്ളു കേട്ടോ. കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പേണ്ട നാട് കുഞ്ഞിപ്പേണ്ട ഒരുങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പേണ്ട നാട് പൊന്നുവിന്റെ ഉടുപ്പിനകത്ത് വള്ളി കണ്ടിട്ട് വള്ളിക്കകത്ത കളി. വള്ളിയിലെ മൊത്തം ഫുള്ള് വള്ളിക്കകത്ത കളി. ഭയങ്കര സന്തോഷം അങ്ങോട്ട് കളിക്കാൻ വള്ളി കൊണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങും കേട്ടോ. വണ്ടി എത്താനായിട്ടുണ്ട് കേട്ടോ. വണ്ടി എത്താനായി സമയം പോയിട്ടോ. അപ്പൊ സ്ലീപ്പർ ബസ്സിനാട്ടോ പോകുന്നത് നമ്മള്. പപ്പ വരുന്നില്ല, ഞാനും പൊന്നും മമ്മിയും കൂടി ആട്ടോ പോകുന്നേ. രാത്രിയായി ബസ് വന്നോണ്ടിരിക്കും കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ആദ്യമായിട്ടോ സ്ലീപ്പർ ബസ് കയറാൻ പോകുന്നേ. അപ്പൊ നമുക്ക് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞില്ലല്ലോ ഇവരോട്. വണ്ടി കയറിയിട്ട് പറയാട്ടോ കൂട്ടുകാരെ. കണ്ടോ കുഞ്ഞിപ്പെണ്ണ് ആകാംക്ഷയിൽ കാത്തിരിക്കുന്നുണ്ട് എങ്ങോട്ടാന്ന് അറിയാണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മളെ വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെയാട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ബസ് നിർത്തുക. ഇതാണ് ബസ്സിന്റെ സ്റ്റോപ്പ്. ബസ് നിർത്തുന്ന സ്റ്റോപ്പ്. പോസ്റ്റ് അല്ല, ബസ് സ്റ്റോപ്പിന്റെ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അതാ. പക്ഷെ നമ്മൾ ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് നടക്കുന്നേ. പോയിട്ട് വരാപ്പേ. തീർച്ചയായും പപ്പേനെ കൂട്ടാണ്ടാട്ടോ നമ്മള് പോണേ. പപ്പേനെ കൂട്ടാണ്ട് പോകുന്നതല്ല, പപ്പ വരുന്നില്ല പറഞ്ഞിട്ടല്ലേ അപ്പേ. വീട്ടിലാരെല്ലാം വേണ്ടേ? വീട്ടില് ബെക്കൊക്കെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും വേണം. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. പറയാ പപ്പ പറയട്ടെ. പെരുമ്പാവൂര് പോവാണ് ഇവര്. പെരുമ്പാവൂര് എന്നെ ഇട്ടിട്ട് അമ്മയും മക്കളും കൂടി പോവാണ്. എന്റെ സുഷ്മിയുടെ വീട്ടിലോട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ പോകുന്നത് അളിയന്റെ വീട്. കുഞ്ഞേച്ചി അവിടെയാണുള്ളത്. പക്ഷെ കുഞ്ഞേച്ചിക്ക് അറിയത്തില്ല നമ്മൾ വരുന്നുണ്ടോ. നമുക്ക് അറിയത്തില്ല ഇവര് ചെല്ലുന്ന വിവരം. മമ്മി മാത്രം അറിയാം. ഇവര് പോകുന്നത് ഇത്ര സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ വിളിച്ച് പറയും ഞാന് മമ്മീനെ ബസ് കയറ്റി വിട്ടിട്ടുണ്ട് എന്നൊക്കെ. കേട്ട് പഠിക്കാം. അപ്പൊ നമ്മളവിടെ എത്തുമ്പോ ഞെട്ടും. കൂട്ടാൻ വരുന്നുണ്ട് മമ്മീനെ കൂട്ടാൻ. അങ്കമാലി ആയിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അങ്കമാലി വരും ഒരു കൂട്ടാൻ. സുസി കളിയും കൂടെ വരും. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ ഫസ്റ്റ് സ്ലീപ്പർ ബസ് യാത്ര കേട്ടോ. നൈറ്റ് ഡ്രൈവ്. കുഞ്ഞി എവിടെ പോനെ നമ്മള്. അങ്ങോട്ടാ പോണേ. അവള് പുതപ്പൊന്നും ഇടാൻ സമ്മതിക്കാത്ത ഞാൻ ഫുൾ കൈ ആട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഫുൾ പാൻറ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. സ്ലീപ്പർ കൊച്ചിൻ എക്സ്പ്രസിലാട്ടോ പോകുന്നേ. കണ്ടോ കൊച്ചിൻ എക്സ്പ്രസ് ഇത് തന്നെ. നമ്മൾ ഈ വണ്ടിയിലാട്ടോ പോകുന്നേ. സാധനങ്ങളൊക്കെ ഫസ്റ്റ് അപ്പൊ ലോഡ് ചെയ്യാം. കയറിക്കോ പോട്ടെ 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 പോയിട്ടോ. പോട്ടെ പോട്ടെ. കണ്ടോ ഇതാണ് കേട്ടോ സ്ലീപ്പർ ബസ്. കണ്ടോ കടന്നുറങ്ങി പോവാ. അപ്പൊ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട് ഓടിപ്പോവാൻ? അപ്പൊ ചെരുപ്പൊക്കെ അടിയിട്ടിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ്. മമ്മി പൊന്നു. അപ്പൊ ഇവിടെ രണ്ടുപേര് കുഞ്ഞിപ്പെണ്ണ്, ഞാൻ മേലെ ആട്ടോ. ഈ സൈഡില് മമ്മി സൈഡ് കിടന്നോ. രണ്ടുപേരും പൊക്കോ പോയി കിടന്നോ. ഞാൻ സ്ലീപ്പറിൽ ഇങ്ങനെ കടന്നു പോകാൻ പാകത്തിനുള്ള ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടോ മോളിക്കോട്ടെ ഇങ്ങനത്തെ ബസ് കയറുന്നേ. കുഞ്ഞിപ്പെണ്ണും ആദ്യമായിട്ട്. കുഞ്ഞിപ്പെണ്ണും മമ്മിയും ആദ്യമായിട്ടോ. കുഞ്ഞിപ്പെണ്ണ് നടക്കുന്നേ. എറണാകുളത്ത് പോവാണോ? സന്തോഷായിട്ടോ. യാത്ര ചെയ്യുമ്പോ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ. അപ്പൊ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കട്ടെ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എറണാകുളത്തിന്. നമ്മുടെ വെളുപ്പിനെത്തോട്ട് എറണാകുളത്തിന്. മമ്മി മാത്രമാണ് പോകുന്നുള്ളൂ എന്നാണ് അറിയുള്ളൂ. നമ്മൾ പോകുന്നതിനെ അറിയത്തില്ല കേട്ടോ.
ചിലപ്പോ സർപ്രൈസ് ആവും. കുഞ്ഞേച്ചിക്ക് അറിയില്ല, ഡൂഡുവിന് അറിയത്തില്ല, അളിയനെ അറിയാം. അതിനോട് പറഞ്ഞായിരുന്നു കേട്ടോ. അല്ലേല് അല്ലെ ചെല്ലുമ്പോ പിന്നെ ഫുഡും ഉണ്ടാവില്ല, കടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നാളെ കാണാം. ഒച്ചുണ്ടാക്കണ്ട യാത്രക്കാരില്ലേ? ശരിയാണല്ലോ. കുഞ്ഞേച്ചി കാണുമ്പോ എന്തായിരിക്കും കടക്കുന്നത് കണ്ടില്ലേ?